പ്രഗ്നൻ്റ് ലേഡീസിൽ സാധാരണ കണ്ടുവരുന്ന രണ്ട് റിസ്ക് ഫാക്ടേഴ്സാണ് ഹൈപ്പർ ടെൻഷനും പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷനും. ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. പ്രഗ്നൻ്റ് ലേഡീസിൽ സാധാരണ കണ്ടുവരുന്ന രണ്ട് റിസ്ക് ഫാക്ടേഴ്സാണ് ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷനും. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ, അതായത് 3 മാസത്തിന് ശേഷം സാധാരണയായി ഈ വാസ്കുലർ റെസിസ്റ്റൻസ് എന്ന് പറയും, അതായത് ബ്ലഡ് ഫ്ലോയുടെ റെസിസ്റ്റൻസ്, പ്രഷർ, മർദ്ദം കുറയുന്നതുകൊണ്ട് സാധാരണ BP കുറഞ്ഞിട്ടാണ് കാണുക, ഹാർട്ട് റേറ്റ് കൂടുകയും ചെയ്യും. അതേസമയം തേർഡ് ട്രൈമസ്റ്റർ, അതായത് 7 മാസത്തിന് ശേഷമാണെങ്കിൽ BP എബവ് 140/90 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ആണെങ്കിൽ അത് അസാധാരണമായിട്ട് കൂടി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രഗ്നൻ്റ് ലേഡീസിലെ BP നോക്കുമ്പോൾ നമ്മൾ സാധാരണ ഇരുത്തിക്കൊണ്ട് തന്നെ നോക്കണം. കിടത്തിയിട്ടാണ് നോക്കുന്നതെങ്കിൽ ഇരുത്തി നോക്കുന്നതിനേക്കാളേറെ വളരെയധികം കുറഞ്ഞിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പ്രഗ്നൻ്റ് ലേഡീസിൽ ഹൈപ്പർ ടെൻഷൻ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ 6 മണിക്കൂർ ഇടവിട്ടിട്ട് 2 പ്രാവശ്യമെങ്കിലും ഇരുത്തിക്കൊണ്ട് തന്നെ BP ചെക്ക് ചെയ്യണം. ഈ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഡയബറ്റിസ് ഉള്ള രോഗികളിൽ വരും, 2 പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് കൊണ്ടുവരാം, പിന്നെ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ, അതായത് പണ്ടേയുള്ള ഹൈപ്പർ ടെൻഷൻ കൊണ്ടുവരാം, റീനൽ ഡിസീസസ്, അതായത് കിഡ്നി സംബന്ധമായ അസുഖങ്ങളിൽ. ഈ പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് വരുമ്പോൾ ശരീരത്തിൽ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ രക്തത്തിലുള്ള പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അഥവാ പ്ലാസ്മയുടെ എമൗണ്ട് കുറയുന്നത് കൊണ്ടും ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ തളരാൻ പോലും ഇത് കാരണമാവും. ഈ പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡയബറ്റിസ് ഉള്ളവരിൽ, 2 ക്രോണിക് ഹൈപ്പർ ടെൻഷൻ, അതായത് മുൻപേയുള്ള ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ, 3 എബവ് 40 ഇയേഴ്സ് ഓഫ് ഏജും ബിലോ 20 ഇയേഴ്സ് ഓഫ് ഏജും, 4 എന്ന് പറയുന്ന ഒബേസിറ്റിയാണ്, അതായത് തടി കൂടുതലുള്ളവരിലും. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ലേഡീസിൽ ഈ പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷൻസ് നമുക്ക് തടയാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കാൽഷ്യം, വൈറ്റമിൻ D, മഗ്നീഷ്യം സപ്ലിമെൻറ്റേഷനാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ലേഡീസിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം കാൽഷ്യം, വൈറ്റമിൻ D, മഗ്നീഷ്യം സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ അത് ശരിയായി ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുള്ള വൈറ്റമിൻ D, കാൽഷ്യം അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് കൂടി കഴിക്കാവുന്നതാണ്. പക്ഷേ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു എമർജൻസി കണ്ടീഷൻ ആയതുകൊണ്ട് ഈ സപ്ലിമെൻറ്റേഷൻ, വൈറ്റമിൻ D, കാൽഷ്യം, മഗ്നീഷ്യം സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നതിനോടൊപ്പം മാത്രമേ ഈ അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് കൂടി കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു.